അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂറത്തിലെ ഏറ്റവും പോഷായിട്ടുള്ള ഒരു ഉദന മഗ്ദല റോഡ് എന്ന് പറയുന്ന ഒരു മഗ്ദല റോഡിലൂടെയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ കുറേ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇവിടെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉദന മഗ്ദല റോഡ്. ഇതിപ്പോൾ പ്രൈം അല്ലെങ്കിൽ പിപ്പ് റോഡ് എന്ന് പറയുന്ന ഏരിയ ആയിട്ടാണ് ഈ ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു ഇസ്കോൺ മോൾ, പിന്നെ അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോളാണിത്. ഗെയിം സോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് കണ്ട, ഈ റോഡിലാണെങ്കിൽ ഒരു 3 വരി പാതയാണ് ഇതുള്ളത്. ഇത് ഒരു ലൈന്, രണ്ടാമത്തെ ലൈന്, മൂന്നാമത്തെ ലൈൻ. ഇതിനപ്പുറത്തെങ്കിൽ ലാസ്റ്റിൽ ഈ പോകുന്നതാണ് സർവീസ് റോഡ്. അതായത് ഇവിടുത്തെ എല്ലാ സർവീസ് ലൈനും, അതായത് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ അല്ലെങ്കിൽ ഡ്രെയിനേജ്, അതെല്ലാം ആ റോഡിലൂടെ മാത്രം. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ റോഡ് ഒരിക്കലും ബ്ലോക്ക് ആകത്തില്ല. ആ റോഡ് മാത്രം ബ്ലോക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്തതിന് ശേഷം ഈ റോഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. പിന്നെ ഈ റോഡെന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ BRTS ബസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള റോഡാണ്. അതായത് BRTS ബസ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എമർജൻസി വെഹിക്കിളിനും വേണ്ടിയിട്ട്, അതായത് ഫയർ അല്ലെങ്കിൽ ആംബുലൻസിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ റോഡുണ്ട്. ഇതേ സെയിം സിനാരിയാണ് അപ്പർ സൈഡിലുള്ളത്. മോസ്റ്റ്ലി ഉള്ള എല്ലാ ജംഗ്ഷനുകളിലും ഇതുപോലെ ഒരു സർക്കിളാണുള്ളത്. അതായത് നമ്മളെ ദുബൈയിലൊക്കെ ഉള്ള പോലെ റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്, അതേപോലെ റൗണ്ട് അബൌട്ടാണുള്ളത്. 4 കവലകൾ കഴിവതും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാകാതെ, ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രാഫിക് നിയമങ്ങൾ ഉണ്ട്. ഇപ്പോൾ ക്യാമറ അതുപോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതേപോലുള്ള സൈനേജുകളുടെ എല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ട്രാഫിക്കിൽ അധികം വയലേഷൻസ് അങ്ങനെ എത്താറില്ല, അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ട്രാഫിക് കുറച്ചുകൂടി ടൈറ്റായിട്ട് വരുന്നുണ്ട്. അതായത് സിഗ്നലിൻ്റെ നമ്മൾ എന്താ പറയുന്നത് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. ആക്ച്വലി ആ ഭാഗത്ത് പോലീസുകാരുള്ളതുകൊണ്ട് അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് പോകാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പക്ഷേ എല്ലാ ഏരിയയിലും വീണ്ടും ആ ഒരു ഇതിൽ നിന്ന് ചേഞ്ച് ആയിട്ട് ലൈറ്റിംഗ്, എന്താ പറയുന്നത്, സിഗ്നൽ ലൈറ്റ്സുകളുടെ ഒരു ഇത് കൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഈ ലൈനിലേക്കാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നേരെ സർവീസ് റോഡിൽ കയറി. സർവീസ് റോഡ് എനിക്കിപ്പോൾ ലെഫ്റ്റ് പോകേണ്ടതുകൊണ്ട് സർവീസ് റോഡിൽ കയറിയതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇതുപോലെയുള്ള കുറേ ഊളകളുള്ളതുകൊണ്ട് അവന്മാർ സർവീസ് റോഡും കൊണ്ടുവന്ന് ബ്ലോക്ക് ആവും. പിന്നെ ഇവിടുത്തെ റൈഡർമാരാണ് പിന്നെ ചില ഏരിയയിൽ നമുക്ക് ആ ഒരു എന്താ പറയുക BRTS ബസ്സിനുള്ള റൂട്ടില്ലാത്ത ഏരിയ ഉണ്ട്. അതായത് എന്താ പറയുന്നത്, ഇത് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ റോഡല്ല, ഇതൊരു ബൈ റോഡാണ്. ആ റോഡുകളിൽ നമ്മുടെ നോർമലായിട്ട് നാട്ടിലുള്ള പോലെയൊക്കെ തന്നെ എന്നിരുന്നാലും നമുക്കിവിടെ ഒരു 3 വരി പാത ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കുള്ള ആ ഒരു വരി പാതയും പിന്നെ ഇവിടുത്തെ സർവീസ് ലൈനും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ വിജിലൻസിന് വേണ്ടിയിട്ടുള്ള ക്യാമറകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. ക്യാമറയിൽ നിന്നുള്ളൊരു പെനാൽറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. എങ്കിലും ഇപ്പോൾ ആൾക്കാർ ഇച്ചിരി വിജിലൻസ് ആയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് ഓവർ സ്പീഡിങ്ങും മറ്റുള്ള കാര്യങ്ങൾക്കും പെനാൽറ്റി സ്റ്റാർട്ടാകും എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പം എല്ലാവരും കുറച്ചും കൂടി ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സിറ്റിയിൽ അത്ര വലിയ ഓവർ സ്പീഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത്ര പ്രശ്നമില്ല. ഇവിടുത്തെ ഒരു ബ്രിഡ്ജാണ് ഈയിടെ, അതായത് ഒരു വർഷത്തിൽ മേളിലായി ഈ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ട്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നേരെ ഞാനിപ്പോൾ വന്ന ആ വഴിയിൽ ആ ലെഫ്റ്റ് ടേൺ എടുത്ത ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് SVNIT കോളേജ് ഉള്ളത്. ആ കോളേജും ഈ സൈഡിൽ, അതായത് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പാൽ എന്ന് പറയുന്ന ഏരിയയിലാണ്. പാൽ ഉംറ ബ്രിഡ്ജാണിത്. ആ ഭാഗം ഉംറ എന്ന് പറയുന്ന സ്ഥലവും ഇത് പാലിനെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന പാൽ ഉംറ ബ്രിഡ്ജാണിത്. അതൊരു കേബിൾ ബ്രിഡ്ജാണ്. അത് ഫുള്ള് എന്താ പറയുന്നത്, അത് കേബിൾ ബ്രിഡ്ജ് സ്റ്റൈലിലാണുള്ളത്. അതായത് ആ ബ്രിഡ്ജിൽ താഴെ 2 വീലർ മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം കേബിളിലാണ് ആ ബ്രിഡ്ജ് ഉള്ളത്. പിന്നെ സിറ്റിയുടെ ഒരു ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ആ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം SMC, അതായത് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷനാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഈ ഭാഗത്ത് മൊത്തം ഹൈറൈസ് ബിൽഡിങ്ങുകളാണുള്ളത്. 22 നില, 23 നില അങ്ങനെയുള്ള ബിൽഡിങ്ങുകളാണ്. അതോറിറ്റിയുടെ പുതിയൊരു ലൈൻ എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബ്രിഡ്ജിലൂടെ കണക്ട് ചെയ്യിപ്പിച്ചാണ് ആ ഒരു ലൈനിൻ്റെ വർക്ക് നടക്കുന്നത്. പിന്നെ ഇതിവിടുത്തെ മെയിൻ ഒരു ജംഗ്ഷനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്താണ് RTO. ആ RTOയിൽ നിന്നുള്ള തൊട്ടടുത്തുള്ള ലൈനായതുകൊണ്ട് ഇവിടെ കുറച്ച് ട്രാഫിക്കും ബാക്കിയുള്ള കാര്യങ്ങളും കാണാറുണ്ട് മിക്കവാറും. പക്ഷേ ഇന്ന് ഒരുപാട് കുറവാണ്.
ജനറലി ട്രാഫിക് സിഗ്നലിൻ്റെ അതൊന്നും ഒഴിവായി നമ്മൾ പോലീസുകാരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വണ്ടികൾ ഖാലിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി സിറ്റിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം സിഗ്നലിൻ്റെ ആ ഒരു ടൈമിങ് 90 മിനിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മിനിറ്റ് റോഡ് അങ്ങനെ ബ്ലോക്കാക്കി വെക്കില്ല. മാക്സിമം അവോയ്ഡ് ചെയ്ത് വണ്ടികൾ മാറ്റി റോഡ് ഓപ്പൺ ആക്കി വിടുകയാണ് ചെയ്യാറുള്ളത്. ഇതേപോലെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പോൾ സിറ്റിയിൽ കൂടിക്കൊണ്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാം, ഇതാണ് ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 സിറ്റി. അതിന് മറ്റൊന്നും കാരണമല്ല, ഈ സിറ്റിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങും ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ നൈറ്റാണ് ആൾക്കാരുള്ളത്. RTO ഓഫീസ് ഏകദേശം ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇനി അറ്റം വരെയുണ്ട്. എല്ലാ ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പം അടുത്തൊരു വ്ളോഗിൽ പുതിയൊരു റോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട, ബെല്ലൈക്കൺ അടിക്കുക. സൂറത്തിലെ ഗുജറാത്തിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ശരി.